അച്ഛാ അച്ഛാ ദേഷ്യപ്പെടല്ലേ, ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. അത് വന്നിട്ട് അണ്ണാ അർജന്റ് അണ്ണാ എണീരണ്ണാ ഇങ്ങോട്ട് വാ. പിന്നെ ഇവിടെ വാ. അച്ഛാ, എല്ലാ മാസമുള്ള വീട്ടു ചെലവിന് വേണ്ടി കുറച്ച് കാശ് ഞങ്ങൾ സമ്പാദിച്ചറിഞ്ഞതിന് അച്ഛന് വല്ല വിരോധം ഉണ്ടോ? നിങ്ങൾ എന്തോ ചെയ്യാൻ പോണു? അച്ഛാ, ഞങ്ങൾ ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഞാനും ചേച്ചിയും കൂടെ കുറച്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാം. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ വീതം നമുക്ക് മേടിക്കാം. അങ്ങനെ 10 കുട്ടികളായാൽ നമുക്ക് ഒരു മാസം 5000 രൂപ കിട്ടും. ഇതൊക്കെ നടക്കൂ? എന്റെ അളിയ ഇതൊക്കെ നടക്കും. നടക്കാതെ ഇവിടെ നമ്മൾ എവിടെ ഇരുത്തും പിള്ളേരെ? ഇത്രയും സ്ഥലം ഇവിടെ കിടക്കയില്ലേ? സിറ്റ് ഔട്ടിൽ ഇരുത്തണം. ആ തറയിലൊന്നും ഇരുത്തിയാൽ ശരിയാവില്ല. എങ്ങനെ പോയാലും 2-3 ബെഞ്ചും ഡെസ്കും വേണം. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡും കൂടെ നമുക്ക് മേടിക്കണം. ഇതൊക്കെ ശരിയാവുന്ന കാര്യമാണോ? ശരിയാവോ അച്ഛാ? അച്ഛൻ എന്തോന്നു ഇത്ര വിശ്വാസം ഇല്ലേ ഞങ്ങളെ? വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മണി, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ മണി? നിങ്ങൾ കൂടുതൽ അഭിപ്രായം ഒന്നും പറയാതെ ഇതൊന്നും സമ്മതിച്ചു കൊടുത്താൽ മതി. പിള്ളേർ സ്വയം പര്യാപ്തരാവട്ടെ. എന്നാ ശരി, ഇനിയിപ്പൊ ഞാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് വേണ്ട, നടക്കട്ടെ. അതുപോലെ വേറൊരു കാര്യം, നിങ്ങളിപ്പം ട്യൂഷൻ സെന്റർ തുടങ്ങാന്നല്ലോ, അതിന്റെ കൂട്ടത്തില് പിള്ളേരെ ഞാൻ ദിവസവും ഒരു 1/2 മണിക്കൂർ വീതം കളരി പഠിപ്പിക്കാം. അടിപൊളി. അണ്ണാ എനിക്കൊരു സംശയം. അപ്പൊ നമ്മള് മാസം എത്ര രൂപ മേടിക്കും പിള്ളേരെന്ന്? ഫ്രീ. പിന്നെ ഇവിടെ പിള്ളേരുടെ ക്യൂ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിലേ നമുക്കൊരു ബോർഡും കൂടെ വെക്കണം. ട്യൂഷൻ സെന്റർ. പിങ്കീസ് ട്യൂഷൻ സെന്റർ എന്റെ പേര് വെച്ചാ മതി. നീ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ നിർത്ത. അങ്ങനെ വേണ്ട. അതിനെക്കാട്ടിൽ ബെസ്റ്റ് ഒരു പേര് എന്റെ മനസ്സിലുണ്ട്, പുലിനട അക്കാഡമി. അത് വേണ്ട, അത് വേണ്ട. നമുക്കേ വേറെ പേരുണ്ടല്ലോ, പിങ്കി ആൻഡ് റിങ്കി ട്യൂഷൻ സെന്റർ. റിങ്കി ആൻഡ് പിങ്കി വെച്ചാ റിങ്കിയാണ് മൂത്തത്. അയ്യോ എന്നാ ശരി, റിങ്കി ആൻഡ് പിങ്കി ട്യൂഷൻ സെന്റർ കണക്ക് തന്നെ. അത് നമ്മുടെ രണ്ടുപേരെയും ഫോട്ടോ കൂടെ വെക്കണം അതില്. അല്ല, അങ്ങനെയാണെങ്കിൽ അതിന്റെ മൂലയ്ക്ക് എന്റെ ഒരു ചെറിയ ഫോട്ടോ കൂടെ വെക്കണം. എന്നാലേ മാർക്കറ്റ് കയറും. പിള്ളേർ വരണമല്ലോ. അതന്നെ, ഈ പിള്ളേരെ എവിടെ നിന്ന് കിട്ടും? അതവരുടെ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടത്തില്ലേ? എന്തായാലും ഈ ട്യൂഷൻ സെന്റർ ഒന്ന് സെറ്റ് ആയിട്ടേ. നമ്മളിവിടെ ട്യൂഷൻ നടത്തുന്ന പിള്ളേരൊന്നും അറിയുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് ഞാൻ കണ്ണനെയും കാർത്തൂനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ അവര് സെറ്റ് ചെയ്തോളൂ. അയ്യോ, അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല, ലോകം മൊത്തം അറിയാം. അല്ലെങ്കിൽ ഞാന് ഒരു ഓട്ടോറിക്ഷയില് മൈക്ക് സെറ്റിംഗ് കെട്ടി ഈ നാട് മൊത്തം ഞാൻ പറഞ്ഞു കിടക്കാം. അതൊക്കെ 10,000 രൂപ ചെലവുണ്ട്. എന്നാ വേണ്ട, പിള്ളേര് മതി. ഞാനൊരു കാര്യം ചെയ്യും അളിയാ, നമുക്ക് ബാക്കി കാര്യം അറേഞ്ച് ചെയ്യാം. നിങ്ങൾ പോയി അറേഞ്ച് ചെയ്യാം. അടിപൊളി എല്ലാ കാര്യങ്ങളും